ശങ്കരനാരായണ ഭഗവാനായിരുന്നു. പക്ഷെ ഇതിൻ്റെ ഐതിഹ്യം എന്ന് പറയുന്നത് ശിവനും വിഷ്ണുവും അർദ്ധ ഈശ്വരന്മാരായി ചേർന്നുകൊണ്ടുള്ള ബിംബപ്രതിഷ്ഠയാണ് ശങ്കരനാരായണ ക്ഷേത്രം. ഇതിൻ്റെ പിറകിലുള്ള ഏറ്റവും വലിയൊരു ഐതിഹ്യമുണ്ടെന്ന് പറയുന്നത്, അതായത് ശിവനെ പൂജിക്കുന്നവരും വിഷ്ണുവിനെ പൂജിക്കുന്നവരും അന്യോന്യം മത്സരിച്ചുകൊണ്ട് ചെറിയ പ്രശ്നങ്ങളുണ്ടായ സമയത്ത് രണ്ട് ഭഗവാന്മാരും ഭഗവാനെ രണ്ട് ഭഗവാന്മാരും ഭക്തജനങ്ങൾക്ക് കാണിച്ചു കൊടുത്ത് ഞങ്ങൾ രണ്ടാളും ഒരേ ശക്തിയാണ് എന്നുള്ളത് കാണിച്ചു കൊടുത്തു. അതാണ് ശങ്കരനാരായണ ഭഗവാൻ. ഈ അമ്പലത്തിൽ പ്രധാന പ്രതിഷ്ഠ മാത്രമേ ഇവിടെ നടന്നു കഴിഞ്ഞിട്ടുള്ളൂ. ഇനി അതിനോട് അനുബന്ധിച്ചിട്ടുള്ള ഉപദേവന്മാരുടെ പ്രതിഷ്ഠ കൂടി നടത്തണം. അതിനും ഗണശാസ്താവ്, അതുപോലെ തന്നെ ദുർഗ ദേവി എന്നിങ്ങനെ ഇവർക്കെല്ലാം സ്ഥാനം കൊടുത്ത് അത് പ്രതിഷ്ഠ നടത്തിയില്ല. ഇങ്ങനെ നമ്മൾ കാലതാമസം വെക്കാണ്ട് തന്നെ നടത്തുന്നതായിരിക്കും.